തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതിയായ കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കേസിലെ ഏകപ്രതിയാണ് കേഡൽ ജിൻസൺ രാജ. മാതാപിതാക്കളും സഹോദരിയും ബന്ധുവും ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയ കേസിലാണ് കേഡൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. 8 വർഷം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. 2017 ഏപ്രിൽ 9-നാണ് കൊലപാതകം നടന്നത്. വിചാരണ തുടങ്ങുവാൻ വൈകിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലാണ് വിചാരണ തുടങ്ങിയത്. പ്രതിക്ക് മാനസിക വൈകല്യം ഉണ്ട് എന്ന് നേരത്തെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതാണ്. പക്ഷേ പിന്നീട് മെഡിക്കൽ ബോർഡിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് കിട്ടിയതോടുകൂടിയാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. അങ്ങനെ കേഡൽ നാടിനെ നടുക്കിയ കൊലപാതകമായിരുന്നു. കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തെല്ലാമാണ് വിവരങ്ങൾ? എപ്പോഴാണ് ശിക്ഷ വിധിക്കുക? മഞ്ജുഷ, ഇപ്പോൾ 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വലിയ വാദപ്രതിവാദം നടന്ന കേസാണ്. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിയുടെ മനോനിലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ മാനസിക നിലയ്ക്ക് തകരാറുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടാണെങ്കിൽ പിന്നീട് അത്തരത്തിലുള്ള പരിശോധനകൾ കഴിയുന്നതോടുകൂടി അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി. 2017-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ആദ്യം 4 ദിവസം, ഏപ്രിൽ 6-ന് ആദ്യത്തെ കൊലപാതകം, 5-ന് ആദ്യത്തെ 3 കൊലപാതകങ്ങൾ, 6-ന് വീട്ടിൽ ജോലിക്ക് വന്ന ലളിത എന്ന സ്ത്രീയെ കൊല്ലുന്നു. ആദ്യ ദിവസത്തെ കൊലപാതകത്തിൽ മാതാപിതാക്കളും സഹോദരിയുമാണ് ഇങ്ങനെ ഇരയാക്കുന്നത്. അതിനുശേഷം 7-ാം തീയതി ആ വീട്ടിലേക്ക്, മൃതദേഹങ്ങൾ ആ വീട്ടിലുള്ളപ്പോൾ തന്നെ വീട്ടിലേക്ക് കേബിളിന്റെ ആൾക്കാർ വരുന്നു. പണം വാങ്ങുന്നതിന് വേണ്ടി വലിയ സാമ്പത്തിക ശേഷിയുള്ള വീടാണ്. അവിടേക്ക് ബാങ്കിന്റെ പ്രതിനിധികൾ വരുന്നു. അപ്പോഴൊക്കെ തന്നെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് കേതൻ അവരോട് പെരുമാറുന്നത്. അതിനുശേഷം 8-ന് ഇയാൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നു. ഇതിൽ ലളിതയുടെ മൃതദേഹം കത്തിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ ഈ മൃതദേഹം ശുചിമുറിയിൽ കത്തിച്ച ശേഷം ചെന്നൈയിലേക്ക് കടക്കുകയാണ്. പിന്നീട് 11-നാണ് പോലീസിന്റെ കയ്യിൽ ഇയാളെ ലഭിക്കുന്നത്. അത് മുതൽ ചോദ്യം ചെയ്തതോടെയാണ് ഇയാളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയരുന്നത്. ഇയാൾ വിദേശത്ത് പഠനത്തിന് പോയിരുന്നു, ഓസ്ട്രേലിയയിൽ. അവിടെ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏർപ്പെടുകയും ഈ ബന്ധുക്കളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുന്നതിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തിയെന്ന കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ വീട്ടുകാരോട് തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതി ഇന്നിപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാളെ എന്ത് ശിക്ഷ നൽകണം എന്ന കാര്യത്തിൽ വാദം നടക്കും. ഒരുപക്ഷെ ഈ വാദത്തിന് ശേഷം നാളെ തന്നെ അന്തിമമായ ശിക്ഷാവിധി പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കും ശിക്ഷ എന്ത് എന്ന കാര്യത്തിൽ കോടതി കാര്യങ്ങൾ വ്യക്തമാക്കും. വിനോദ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഈ കൊലപാതകം പുറത്തറിഞ്ഞപ്പോൾ തുടക്കത്തിൽ ഇത് ഈ ദുർമന്ത്രവാദം, അതുപോലെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ആകർഷനായിരുന്ന ഈ പ്രതി കേഡൽ ജിൻസൺ രാജ അങ്ങനെ ആണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിലേക്കായിരുന്നുവല്ലോ. പക്ഷെ പിന്നീട് പോലീസിന് വ്യക്തമാവുകയായിരുന്നില്ലേ ഈ കുടുംബവുമായിട്ടുള്ള പ്രശ്നമാണ്, അച്ഛനോടുള്ള വൈരാഗ്യമാണ് ഇതിന് കാരണം, ബാല്യകാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവഗണന നേരിട്ടു. ഇതൊക്കെ പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നുവല്ലോ. പ്രോസിക്യൂഷൻ വാദിച്ചതും ഇത് തന്നെയായിരുന്നല്ലോ, ഇതിലൂന്നിയുള്ള വാദമായിരുന്നുവല്ലോ. കുടുംബവുമായിട്ടുള്ള വൈരാഗ്യം അതാണ് പ്രതിയെ ഈ ഒരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്ന്. ഇതിലിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം, സഹോദരി കരോളിൻ, ബന്ധുവായ ലളിത എന്നിവരാണല്ലോ. സാമ്പത്തികമായും ഉയർന്ന നിലയിൽ കഴിഞ്ഞവരാണ്. അങ്ങനെ ഒരു കുടുംബത്തെ ആകെ ഇല്ലാതാക്കിയിരിക്കുകയായിരുന്നുവല്ലോ ഈ പ്രതി. തീർച്ചയായും അങ്ങനെ തന്നെയാണ് മഞ്ജുഷ. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഇങ്ങനെ കുടുംബവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടിക്കാലം മുതൽ തനിക്ക് അവഗണന നേരിടേണ്ടി വന്നു എന്ന കാര്യമൊക്കെ പറയുന്നത്. അവിടെയും മറ്റു ചില കാര്യങ്ങൾ വന്നത് ഇയാളുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടാകുകയും ഇതേ തുടർന്നുള്ള ചോദ്യം ചെയ്യലും മറ്റു പരിശോധനകളും നടത്തിയപ്പോഴാണ് ഈ ഉപരിപഠനത്തിനായി വിദേശത്ത് പോയപ്പോൾ അവിടെ ഈ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ആളുകളുമായി പരിചയത്തിലാവുകയും അതിൽ ആകൃഷ്ടനാവുകയും ചെയ്തു എന്ന മൊഴി ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായും പോലീസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം വലിയ സ്വത്തുള്ള കുടുംബമാണ്. ഇവരെല്ലാം തന്നെ ഇല്ലാതായാൽ ഈ സ്വത്തുക്കളെല്ലാം ഇയാളിലേക്ക് വന്നു ചേരും. അപ്പോൾ അതിന്റെ സാധ്യതയൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നു. പിന്നീടാണ് ഈ കുടുംബാംഗങ്ങളോട് തനിക്ക് ശത്രുത ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രതി പറയുന്നത്. അത് തന്നെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആസ്ട്രൽ പ്രൊജക്ഷന്റെ കാര്യം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അക്കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നില്ല. മാത്രമല്ല മെഡിക്കൽ ബോർഡിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിശോധനയിൽ, വിചാരണാഘട്ടം തുടങ്ങുന്നതിന് മുൻപുള്ള പരിശോധനയിൽ ഇയാളുടെ മാനസിക നിലയിൽ അങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ
പ്രതിയാകട്ടെ ജയിലിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആത്മഹത്യക്ക് ഇടയ്ക്ക് ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നിലയുണ്ടായി. ഒറ്റയ്ക്ക് കഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെയും നടത്തിയത്. ഏതായിരുന്നാലും ഈ പരിശോധനകളെല്ലാം മെഡിക്കൽ വൈദ്യശാസ്ത്രപരമായുള്ള എല്ലാ കാര്യവും വൈദ്യശാസ്ത്രത്തിന്റെ ആ ഒരു സഹായം കൂടി തേടിയാണ് ഈ കേസിന്റെ നടപടികളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയത്. ഈ പരിശോധനകളിൽ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തെളിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഈ സ്വത്തിന്റെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. മാതാപിതാക്കളെയും സഹോദരിയെയും കൊല്ലുന്നതിന് ഇങ്ങനെ ഒരു വൈരാഗ്യം, ഇവരോടുള്ള കാലങ്ങളായി ഉണ്ടായിരുന്ന വൈരാഗ്യം കാരണമായി എന്നതാണ് പറയുന്നത്. ഒരുപക്ഷെ മഞ്ജുഷ, നമുക്ക് ഈ സമീപകാലത്ത് അഫാന്റെ കേസ് വന്നപ്പോൾ അങ്ങനെ 5 പേരെ കൊലപ്പെടുത്തിയ ഒരു സംഭവം, അതുപോലെ ആ സമയത്ത് 2017 കേരളത്തെ നടുക്കിയ ഒരു കൊലപാതക പരമ്പരയാണ് നൽകിയത്. കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു. ഒരാൾ ഒറ്റയ്ക്ക്, അതും മാതാപിതാക്കളെയും സഹോദരിയെയും അടുത്ത ബന്ധുവിനെയും കൊലപ്പെടുത്തി എന്നുള്ളത്. ഇപ്പോൾ കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്.